ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ തെക്ക് കിഴക്ക് മേഖലാ സമ്മേളനം ശനിയാഴ്ച ചെറുവാരണം മന്നൻ നഗറിൽ നടക്കും. സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സുശക്തം 2023 എന്ന പേരിൽ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. രണ്ടാമത്തെ മേഖലാ സമ്മേളനം തെക്ക് കിഴക്കൻ മേഖലാ സമ്മേളനം. തെക്ക് കിഴക്കൻ മേഖലയിലെ 14 ഘടകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം അയ്യപ്പഞ്ചേരിയിൽ വെച്ച് നടത്തുന്നത്. അയ്യപ്പഞ്ചേരിയിൽ വെച്ച് നടത്തുന്ന സമ്മേളനം തീരുമാനിച്ചിരുന്നത് 24-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സമ്മേളനം ഒരു ദിവസം കൂടെ അഡ്വാൻസ് ചെയ്ത് 23-ാം തീയതി നടത്തുവാനാണ് സ്വാഗത സംഘവും താലൂക്ക് NSS യൂണിയൻ കമ്മിറ്റിയും നായർ സർവീസ് സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ MLA ശ്രീ ഗണേഷ് കുമാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിന് മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല. 24 എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതി 24-ആണ്, അത് 23-ലേക്ക് മാറ്റുന്നു എന്ന് മാത്രം. സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിന് മുന്നോടിയായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സോപാന സംഗീതം അടക്കം മറ്റ് പരിപാടികളിലൊന്നും യാതൊരു മാറ്റവുമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 14 ഘടകങ്ങളിൽ നിന്നായിട്ട് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ, സ്വാശ്രയ സംഘ പ്രവർത്തകർ ഉൾപ്പെടെ, യൂണിയൻ പ്രതിനിധികളും ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുകയും 3000-ൽ പരം അംഗങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട പന്തൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർക്കുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ സമ്മേളനം കഴിഞ്ഞാൽ അതായത് 1 മണിയോടുകൂടി സമ്മേളനം അവസാനിക്കും. സമ്മേളനത്തിലെ സംഘടനാ വിഷയങ്ങൾ വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. 14 കരയോഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 10:30 ചേരുന്ന സമ്മേളനം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. NSS അസിസ്റ്റന്റ് രജിസ്ട്രാർ V ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ബാലതാരം ദേവനന്ദ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വയലിൻ ഫ്യൂഷൻ, തിരുവാതിര, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടാകും. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് S മുരളീകൃഷ്ണൻ, സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ നായർ, ജനറൽ കൺവീനർ V ശ്രീകുമാർ, വൈസ് ചെയർമാൻ TS ഗോപാലകൃഷ്ണൻ, CB മോഹനൻ നായർ, MN ബിമൽ, N രാമചന്ദ്രൻ, AS രാധാകൃഷ്ണൻ, TG സുരേഷ് കുമാർ, C ചന്ദ്രശേഖരൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സുശക്തം 2023 ഡിസംബർ 23-ലേക്ക് മാറ്റിയെങ്കിലും അതിൻ്റെ പകിട്ടിന് ഒട്ടും കുറവ് വരാത്ത രീതിയിൽ 24-ന് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നടത്തത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മന്നൻ നഗർ ചെറുവാരണം അയ്യപ്പഞ്ചേരി NSS കരയോഗത്തിന് സമീപമുള്ള മന്നൻ നഗറിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകൾ ഡേറ്റിന് മാത്രം മാറ്റം വന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ യാതൊരു വിധമായ പരിപാടികളിലും അതിൻ്റെ സംവിധാന മികവിലൊന്നും മാറ്റം വരാത്ത രീതിയിൽ 3000 പേർക്ക് ഇരിക്കാവുന്ന വിപുലമായ ഒരു പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റെല്ലാ പരിപാടികളും ഈ സമ്മേളനം തുടങ്ങുന്ന സോപാന സംഗീതം ഉൾപ്പെടെ, ഫ്യൂഷൻ ഉൾപ്പെടെ, അതിൻ്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെ എല്ലാം അതിൽ നിന്ന് ഒരു മാറ്റം വരാത്ത രീതിയിൽ ക്രമീകരിക്കുവാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് 23-ാം തീയതിക്ക് മാറ്റിയിരിക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ സ്വാഗതം പറയുന്നത് ജനറൽ കൺവീനറായ V ശ്രീകുമാറാണ്. അതിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണനാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് KB ഗണേഷ് കുമാർ MLA, NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാണ്. കൂടാതെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് V ഉണ്ണികൃഷ്ണനാണ്, NSSൻ്റെ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. കൂടാതെ പ്രസംഗിക്കുന്ന ആൾക്കാർ അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ നമ്മുടെ യൂണിയൻ്റെ വൈസ് പ്രസിഡന്റാണ്. V ഗോപാലകൃഷ്ണൻ നായർ നമ്മുടെ യൂണിയൻ്റെ ആരാധ്യനായ യൂണിയൻ സെക്രട്ടറിയാണ്. CB മോഹനൻ നായർ MSSൻ്റെ പ്രസിഡന്റാണ്. MN ബിമൽ യൂണിയൻ കമ്മിറ്റി മെമ്പർ, TG സുരേഷ് കുമാർ പ്രതിസഭാ മെമ്പർ, ശ്രീമതി ജയലക്ഷ്മി അനിൽകുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി. കൃതജ്ഞത പറയുന്നത് TS ഗോപാലകൃഷ്ണൻ NSS പ്രതിസഭാ മെമ്പറും വൈസ് ചെയർമാനുമാണ്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.